വിജയ് സിനിമകളുടെ ഫാൻ തിയറീസ് വൈഡ്ലി ആദ്യമായി ഡിസ്കസ് ചെയ്യപ്പെട്ടത് മാസ്റ്ററിലെ ആൾട്ടർ ഈഗോ തന്നെ ആയിരിക്കും. പക്ഷേ മാസ്റ്ററിന് ഒരുപാട് കാലം മുന്നേ, കൃത്യമായി പറഞ്ഞാൽ പുലി മുതൽ ഇങ്ങോട്ടിറങ്ങിയ എല്ലാ വിജയ് സിനിമകൾക്കും എന്തെങ്കിലുമൊക്കെ ഫാൻ തിയറീസും ഡിസ്കഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ മിക്കതും ജനറൽ ഓഡിയൻസിലോട്ട് അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കുറേയൊക്കെ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ എണ്ണവും വെള്ളത്തിലായി പോയി. പക്ഷേ ചിലതൊക്കെ സിനിമയിലെ ആക്ഷൻ സ്റ്റോറിയെക്കാട്ടിൽ ബെറ്ററോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിജയ് സിനിമകൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഹോൾ ഫാൻ തിയറീസിനെ കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത്തരത്തിൽ സിനിമ സീരീസിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതോടൊന്ന് ഫോളോ ചെയ്തേക്കുക. വെൽക്കം ടു ഷോർട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. കത്തി ഇറങ്ങിക്കഴിഞ്ഞ് വിജയ് കത്ത് നിൽക്കുന്ന സമയം ബാഹുബലി 1 റിലീസായി. വിജയുടെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫാൻറ്റസി ബിഗ് ബഡ്ജറ്റ് പുലിയാണ്. സോ ബാഹുബലിക്കുള്ള തമിഴ് സിനിമയുടെ മറുപടിയാണ് ഈ സിനിമയെന്നും, അതുപോലെ തമിഴ് സിനിമ വേറെ ലെവലിൽ എത്തിക്കാൻ പോകുന്ന പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുലിക്കുള്ള ഹൈപ്പ് വാനോളമായിരുന്നു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് വലിയൊരു ഡിസാസ്റ്റർ ആയെങ്കിൽ പോലും ഹൈപ്പ് വളരെ ബിഗ്ഗറായിരുന്നു. ഈ ഹൈപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫാൻ തിയറികളും ട്രെയിലർ റിലീസിന് ശേഷം വന്നു. അതിൽ ഏറ്റവും മെയിനായിട്ടുണ്ടായിരുന്നത് ടൈം ട്രാവൽ തന്നെയാണ്. സോ വിജയുടെ മെയിൻ ക്യാരക്ടർ, അതായത് മരുധീരൻ, ഒരു ട്രെയിലറിൽ കാണുമ്പോഴാണെങ്കിലും ആ ലുക്ക് എന്ന് പറയുന്നത് ഫ്രഞ്ച് താടിയും അതേപോലെ ഒരു ഹെയർ കട്ടും ഒക്കെ ഉണ്ട്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന കഥയിൽ വിജയുടെ ഈ ഒരു ക്യാരക്ടർ മാത്രം അത്യാവശ്യം മോഡേണായി തോന്നും. ബാക്കിയുള്ളവരൊക്കെ ആ ഒരു കാലഘട്ടത്തിനോട് ചേർന്ന ലുക്കാണെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടർ അത്യാവശ്യം മോഡേണായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൈം ട്രാവൽ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് പാസ്റ്റിലേക്ക് പോകുന്നൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു തിയറി പൊങ്ങി വന്നു. അതായത് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷ നേടാനും അവരെ നശിപ്പിക്കാനും ഒരു പുതിയ പോരാളിയെ ഹൻസികയുടെ കഥാപാത്രത്തിന് ആവശ്യം വരുന്നു. അങ്ങനെ ടൈം ട്രാവൽ വഴി ഹൻസിക AD 1500 നിന്ന് 2015 വരുന്നു. അവിടെ നിന്ന് 2015 വിജയം കൊണ്ട് AD 1500 തിരിച്ചു പോകുന്നു. ഹൻസികയ്ക്ക് വേണ്ടി വിജയുടെ ആ ഒരു ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു ആ ഒരു 1 ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന തിയറി. പുലി സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ ഒന്ന് തന്നെയായിരുന്നു മരുധീരൻ ഒരു ടണൽ സെറ്റപ്പിലൂടെ, കനലൊക്കെ നിറച്ചൊരു ടണൽ സെറ്റപ്പിലൂടെ പോയി വേതാളമാണെന്ന് തെളിയിക്കണമെന്നുള്ളത്. ഇപ്പോൾ സിനിമയുടെ ആ ഒരു പോയിന്റ് വരെ ഈ ഒരു ക്യാരക്ടർ വേതാളം അല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ക്യാരക്ടർ വേതാളമാണെന്ന് ആ ഒരു സീനിലൂടെ പ്രൂവ് ആവുകയാണ്. സോ ആ സീൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ, അതായത് ടണലിന് പുറത്തേക്ക് മരുധീരൻ ഇറങ്ങി വരുന്ന ആ ഒരു സീൻ മാത്രമാണ് പുലി ട്രെയിലറിൽ ഉണ്ടായിരുന്നത്. സോ ഇത് ആക്ച്വലി ടൈം മെഷീനിൽ നിന്ന് വിജയ് ഇറങ്ങി വരുന്ന ഒരു സീനാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ തിയറീസ്. എന്തായാലും ടൈം ട്രാവലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂവി കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു പുലി. അപ്പോൾ ടൈം ട്രാവൽ എലമെൻ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടത് മാറിയേനെ. പക്ഷേ ഇവഞ്ച്വലി നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പുലിയാണ് കിട്ടിയത്. പുലി കഴിഞ്ഞ് അടുത്ത വിജയ് സിനിമ തെരിയായിരുന്നു. അറ്റ്ലിയും വിജയും ആദ്യമായിട്ട് ഒരുമിച്ച സിനിമ. ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ 3 വിജയ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം സിനിമയിൽ സെയിം ക്യാരക്ടറായിട്ടൂടെ വിജയ് 3 ഗെറ്റപ്പിൽ വന്നിരുന്നു. വിജയ്കുമാർ IPS, ജോസഫ് കുരുള, ധർമ്മേശ്വർ. ഇതിൽ വിജയ്കുമാറിനെയും ജോസഫ് കുരുളയും പോസ്റ്ററിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ലൈക്ക് വിജയ്കുമാർ ജോസഫ് കുരുളയുടെ വാ പൊത്തിപ്പിടിക്കുന്ന പോലെ. ആൻഡ് ഫ്രണ്ടിൽ വേറൊരു വിജയ് തിരിഞ്ഞ് നിൽപ്പുണ്ട്. ആ ഒരു വിജയുടെ ബാക്ക് ഷോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ധർമ്മേശ്വർ ലുക്കൊന്നും ആയിരുന്നില്ല, ഒരു നോർമൽ വിജയ് ലുക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ പോസ്റ്റർ ഉണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇതിൽ 3 വിജയുണ്ട്. ഒരാളൊരു പോലീസ് ഓഫീസർ, മറ്റേ ആളൊരു പാവപ്പെട്ട ആൾ, മൂന്നാമത്തേതൊരു വില്ലൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി കത്തി സിനിമയിൽ ഡോപ്പിൾ ഗ്യാങ്ങർ കോൺസെപ്റ്റ് കണ്ടിരുന്നല്ലോ. അതായത് യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ഒരേപോലത്തെ ഫേസോ ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ സെയിം കോൺസെപ്റ്റിൽ 3 വിജയെ കൊണ്ടുവരുന്ന കഥയായിരിക്കും ഇതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പടം വന്നപ്പോൾ 3 ഒരേ വിജയ് തന്നെ ആയിപ്പോയി. എന്നിരുന്നാലും 1 വർഷം കഴിഞ്ഞിട്ട് 3 വിജയമുള്ള പടം അറ്റ്ലിവിനെ കൊണ്ട് തരികയും ചെയ്തു. ഭൈരവ തെരി ഇറങ്ങി അത്യാവശ്യം ഹിറ്റായിട്ടൂടെ ഭൈരവ സിനിമയ്ക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഭൈരവയ്ക്ക് ഒരു ഫാൻ തിയറി ഉണ്ടായിരുന്നു. ഇതൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ അന്ന് കണ്ടതാണ്. ഏതാ ചാനൽ എന്നൊക്കെ മറന്നുപോയി, ആ ഒരു സമയത്ത് കണ്ടതാണ്. സോ ബേസിക്കലി ഡോപ്പിൾ ഗ്യാങ്ങർ തിയറി തന്നെയാണ് ഇവിടെയും കടന്നു വരുന്നത്. ഇതിൽ 2 വിജയ് ഉണ്ടെന്നായിരുന്നു ആ തിയറി. ഈ തിയറി വരാനുള്ളൊരു കാരണം വിക്കിപീഡിയയിൽ വിജയുടെ ക്യാരക്ടറിൻ്റെ പേര് വരുൺ എന്നായിരുന്നു കിടന്നത്. പക്ഷേ ടൈറ്റിൽ കിടക്കുന്ന ഭൈരവയെന്ന്. സിനിമ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു ഭൈരവയെന്ന് തന്നെയാണ് ഈ ക്യാരക്ടറിൻ്റെ പേരെന്ന്. സോ അന്ന് വന്നൊരു തിയറി എന്ന് വെച്ചാൽ ഇതിൽ 2 വിജയുണ്ട്. വരുൺ ആക്ച്വലി ട്രെയിലറിൽ കാണിക്കുന്ന ഇൻകം ടാക്സ് ഓഫീസറാണ്, ഭൈരവ ആക്ച്വലി ഒരു ഗുണ്ട സെറ്റപ്പാണ് എന്നായിരുന്നു ആ തിയറി. സോ നമുക്കറിയാം ഇത് രണ്ടും ഒരേ ക്യാരക്ടർ തന്നെയായിരുന്നു. ഇൻകം ടാക്സ് ഓഫീസർ ആയത് ജഗപതി ബാബുവിൻ്റെ ക്യാരക്ടറിനെ പറ്റിക്കാനായിരുന്നു എന്നൊക്കെ നമ്മൾ സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കി. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ 2 വിജയ് ഉണ്ട്. ഒരാൾ ഇൻകം ടാക്സ് ഓഫീസറാണ്, മറ്റേ ആൾ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ യൂട്യൂബർ പറഞ്ഞിട്ട് തിയറി. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലൊന്നും സ്പ്രെഡായില്ല. ഞാൻ പറഞ്ഞാൽ ഈ പടത്തിന് വലിയ ഹൈപ്പൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു യൂട്യൂബ് ചാനലിൽ മാത്രമാണ് ഞാൻ ഈ തിയറി കണ്ട ഓർമ്മയുള്ളത്. മെർസൽ, ഭൈരവയ്ക്ക് ഇല്ലാത്ത ഹൈപ്പൂടെ മെർസലിന് കിട്ടിയെന്ന് പറയേണ്ടി വരും. കാരണം പുലിക്ക് ശേഷം വിജയുടെ ഏറ്റവും അധികം ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്ന മൂവി മെർസൽ തന്നെയായിരുന്നു. അതിൻ്റെ ഹൈപ്പിനൊത്തൊരു പ്രൊഡക്റ്റ് തന്നെ ഡെലിവർ ചെയ്യാൻ അവർക്ക് സാധിച്ചു.
മർസലിൽ കുറേ തിയറീസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ജല്ലിക്കെട്ട് ബേസ്ഡ് മൂവിയാണെന്നായിരുന്നു. അന്ന് ജല്ലിക്കെട്ട് വിവാദം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മർസലിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ജല്ലിക്കെട്ട് സ്റ്റൈലിലാണ്, ഒരു കാളയുടെ സ്റ്റൈലിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജല്ലിക്കെട്ടിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഈ പടത്തിൽ കിട്ടുമെന്ന് കരുതി. പക്ഷേ വളരെ ചെറിയ രീതിയിലുള്ള റെഫറൻസുകൾ മാത്രമാണ് ഇതിൽ വന്നു പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു തിയറി, ഇതിൽ 3 വിജയം ഉണ്ടെന്നായിരുന്നു. ഒബ്വിയസ്ലി തെരിയിലുണ്ടായിരുന്ന ആ തിയറി നെക്സ്റ്റ് അറ്റ്ലി ഫിലിമിലോട്ട് തിരിച്ചു വന്നു. ഇതിൽ 2 വിജയം ഉണ്ടാവുന്ന എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു താടി വെച്ച എൽഡർ ക്യാരക്ടർ, അത് പാസ്റ്റിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് മജീഷ്യനായിട്ട് വരുന്ന ഒരു യങ്ങർ ക്യാരക്ടർ പ്രസൻറ്റിൽ നടക്കുന്ന കഥ, ഇതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ടീസർ വന്നപ്പം, ഒരു ടീസർ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, ആ ഒരു ഇൻ്റർവെൽ സീൻ ഉണ്ടല്ലോ, വെട്രി വന്ന് മാരനെ രക്ഷിക്കുന്ന സീൻ, ആ സീൻ മിന്നായം പോലെ ജസ്റ്റ് ടീസറിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അത് 0.25x ഇട്ട് ഒരാൾ ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 3ാമതൊരു വിജയിയുണ്ട്, മജീഷ്യൻ വേറെ ആളാണെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ സിനിമ കണ്ട് ഒരു ഇൻ്റർവെൽ ആവുന്നതിന് തൊട്ട് മുന്നേ വരെ ഇതിൽ 2 വിജയമേ ഉള്ളൂ, ഡോക്ടർ തന്നെയാണ് എല്ലാം ചെയ്തതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഇൻ്റർവെല്ലിൽ റിവീലായി. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ കണ്ടതുകൊണ്ട് അത് എനിക്ക് അത്ര വലിയൊരു സർപ്രൈസ് ആയിരുന്നില്ല. സർക്കാർ, തുപ്പാക്കിക്കും കത്തിക്ക് ശേഷം വിജയും AR മുരുദാസും ഒരുമിക്കുന്നു. മർസൽ കഴിഞ്ഞ് വിജയ് പീക്കി നിൽക്കുന്ന സമയം, AR റഹ്മാൻ്റെ മ്യൂസിക്, എല്ലാം കൊണ്ടും സർക്കാർ അനൗൺസ്മെൻറ്റ് തൊട്ടേ 1 ലെവൽ ഹൈപ്പുള്ളൊരു പടമായിരുന്നു. അതായത് വിജയുടെ മറ്റൊരു സിനിമയ്ക്കും അതിന് മുന്നേ ഈ ഒരു ലെവൽ ഹൈപ്പ് കിട്ടിയിരുന്നു. അത്രയ്ക്ക് അൺമാച്ചബിൾ ഹൈപ്പായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ട്രെയിലറും എല്ലാം എല്ലാവരും ഏറ്റെടുത്തു. ട്രെയിലറിൽ ഈ സിനിമയുടെ വില്ലനൊന്നും തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയ് തന്നെ ആകാം ഈ സിനിമയിലെ വില്ലനെന്ന് വലിയൊരു തിയറി ഉയർന്നു വന്നു. അതായത് വിജയ് ബേസിക്കലി ഒരു ബില്യണിയർ സെറ്റപ്പ് ആണല്ലോ ഇതിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വിജയ് വില്ലനായിട്ട് റിവീൽ ആകുമെന്നും മങ്കാത്തയിലെ അജിത്തിനെയൊക്കെ പോലെ ഒരു കിടിലൻ ക്യാരക്ടറായിരിക്കും ഇതിൽ വരുന്നതെന്നുമാണ് ഒരു വലിയ തിയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ഇറങ്ങിയ ARM സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും തുപ്പാക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഫാമിലി അവരെ മിഷന് വേണ്ടി റിസ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ജഗദീഷ്. കത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കതിരേശനാണെങ്കിലും ജീവാനന്ദമാണെങ്കിലും ഒരു ഹൈ ലെവൽ റൈറ്റിംഗ് ഉള്ള, നല്ല രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ARM വിജയ് എന്ന ആക്ടറിന് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള 2 സിനിമകളാണ് നേരത്തെ വന്നത്. സോ സർക്കാരിലേക്ക് വരുമ്പോഴും എല്ലാവരും അത് തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമുക്കറിയാം സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും തന്നെ ആയിരുന്നില്ല പടത്തിൽ വന്നതെന്ന്. പക്ഷേ വിജയുടെ ഒരു ഡെവിളിഷ് ക്യാരക്ടറായിട്ട് സർക്കാർ വന്നിരുന്നെങ്കിൽ ആ ഒരു പടം വേറെ ലെവലായേനെ. ബിഗിൽ, ടെരിക്കും മർസലിന് ശേഷം വിജയും അറ്റ്ലി ഒരുമിക്കുന്ന അടുത്ത സിനിമ. എല്ലാ അറ്റ്ലി സിനിമകളിലും ഉള്ളതുപോലെ തന്നെ ഇതിൽ 2 വിജയാണോ 3 വിജയാണോ എന്നുള്ള തിയറിയായിരുന്നു ഇതിലും വന്നത്. പക്ഷേ എനിക്ക് ഒരു കണക്കൂട്ടലി നോക്കിയപ്പോഴത്തേക്കും ആദ്യ സിനിമയിൽ 1 വിജയ്, 2ാമത്തെ സിനിമയിൽ 3 വിജയ്, അപ്പം ഇതിൽ 2 വിജയ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് കണക്ക് കൂട്ടി. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. സോ ബേസിക്കലി ബിഗിൽ മൈക്കിളിൻ്റെ തന്നെ ഒരു വെളിപ്പേരാണ്, പുള്ളിയുടെ പാസ്റ്റാണ്. മൈക്കിൾ ഫ്യൂച്ചറിൽ കോച്ച് ആവുന്നു. ആൻഡ് രായപ്പൻ ഒരു എക്സ്ട്രാ ക്യാരക്ടർ. ഇങ്ങനെയാണ് ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു തിയറി. പക്ഷേ ഒരുപാട് പേര് ഇതിൽ ബിഗിൽ വേറെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ട്വിൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ഞാൻ ഉദ്ദേശിച്ച എൻ്റെ തലയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തിയറി തന്നെ പടത്തിൽ വന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ തിയറീസിൽ പുലി ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ തിയറീസാണ്. അതായത് വിജയുടെ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള തിയറീസ്. വിജയുടെ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ ആയിരിക്കാം, ഇപ്പോൾ സർക്കാരിൽ മെയിൻ വില്ലനാവും, അതേപോലെ ഇതിൽ 2 വിജയുണ്ടോ 3 വിജയുണ്ടോ, അങ്ങനത്തെ തിയറീസാണ് കൂടുതലും വന്നത്. പക്ഷേ മാസ്റ്റർ തൊട്ട് ഇങ്ങോട്ട് ഈ തിയറീസിൻ്റെ ലെവൽ മാറാൻ തുടങ്ങി. അതായത് ലോക്ക്ഡൗൺ സമയം കൂടെ ആയതോടുകൂടി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലോട്ട് വരികയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തതോടുകൂടി കുറച്ചുകൂടെ ബിഗ് തിയറീസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഏറ്റവും ഇൻഫേമസ് ആയിട്ടുള്ള ആൾട്ടർ ഈഗോ തിയറിയുടെ കടന്നുവരവ്. സോ മാസ്റ്ററിൽ വിജയ് സേതുപതിയും ഏകദേശം തുല്യ റോളൊക്കെ പോലെ തന്നെയാണ് പടം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയുടെ ആൾട്ടർ ഈഗോയാണ്. അതായത് വിജയുടെ മനസ്സിലുള്ള വിജയുടെ തന്നെ മറ്റൊരു ഐഡൻറ്റിറ്റിയാണ് വിജയ് സേതുപതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു തിയറി വന്നു. ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ഫിഞ്ചർ ചെയ്തൊരു ഹോളിവുഡ് മൂവിയുണ്ട്. അതിലെ മെയിൻ ട്വിസ്റ്റ് തന്നെ ഇതാണ്. അതുവരെ നമ്മൾ 2 ക്യാരക്ടേഴ്സാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഇതിലെ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ മറ്റൊരു സൈഡ് അല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർ ഈഗോ ആണെന്നുള്ളത്, മൈൻഡിലുള്ളൊരു കളിയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടേക്ക് വരുമ്പോൾ വിജയ്ക്കും വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനും 2 പേർക്കും മുഖത്ത് ഒരേ മുറിവുണ്ട്. പോസ്റ്ററിൽ അങ്ങ് മൂലയിലെങ്ങാണ്ട് ആൾട്ടർ ഈഗോയുടെ ഒരു ബുക്ക് കിടപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വിജയുടെ ആൾട്ടർ ഈഗോ ആണ് വിജയ് സേതുപതി എന്ന് പറഞ്ഞിട്ട് 1 ലെവൽ തിയറീസ്. പക്ഷേ പടം വന്നപ്പം എന്തായാലും നമുക്കറിയാം. എന്നിരുന്നാലും ഇതുവരെ വന്നിട്ടുള്ള തിയറീസിൽ ഇപ്പോൾ പുലി ടൈം ട്രാവലാണ്, അല്ലെങ്കിൽ ഭൈരവയിൽ 2 വിജയുണ്ട്, തെരിയിൽ 3 വിജയുണ്ട്, അതൊക്കെ നമുക്ക് പടത്തെക്കാട്ടിലും കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയ തിയറീസാണ്. പക്ഷേ മാസ്റ്ററിൽ ആൾട്ടർ ഈഗോ ഇറക്കാൻ എന്തുകൊണ്ട് നന്നായി. ഇപ്പോൾ ഉള്ള ആ ഒരു മാസ്റ്റർ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ബീസ്റ്റ്, മാസ്റ്ററിലെ ആൾട്ടർ ഈഗോ വെള്ളത്തിലായതോടെ ആ ലെവലിലോട്ടുള്ള തിയറീസ് ഒന്നും ബീസ്റ്റിന് വന്നില്ല. പക്ഷേ എന്നാലും കുറച്ച് തിയറീസ് ഉണ്ടായിരുന്നു. ഒന്ന്, ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോയിലാണെങ്കിലും ആ ഒരു ടൈറ്റിൽ ലോഗോയിലാണെങ്കിലും ഗോൾഡൻ കളറിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഗോൾഡ് സ്മഗ്ലിംഗ് ബേസ്ഡ് ആയിരിക്കാം ഈ സിനിമയെന്ന് കുറേ തിയറീസ് വന്നു. അതേപോലെ സെൽവരാഘവനെ കാസ്റ്റ് ചെയ്തപ്പം ഈ സിനിമയിലെ വില്ലനാകാം സെൽവരാഘവൻ എന്ന് ഒരു തിയറി വന്നു. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്ലി സമന്തയുടെ ഗസ്റ്റ് റോളായിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു തിയറി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസ്റ്റിലെ കഥ നടക്കുന്ന ആ ഒരു മാള് ഒരു നിയർ ബൈ ബിൽഡിങ്ങിൽ നിന്ന് സമന്ത ജനലിൽ നിന്ന് കാണുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു.
സോ ഇത് കാരണം സമന്ത ഈ പടത്തിൽ സർപ്രൈസ് ഗസ്റ്റ് റോൾ വരുമെന്നൊക്കെ പറഞ്ഞ് കുറേ തിയറി അടിച്ചിറക്കി. പക്ഷേ സമന്ത വന്നുമില്ല അവസാനം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ തിയറീസ് ആയിട്ട് ബീസ്റ്റ് തീർന്നു. പക്ഷേ വാരിസാണ് അടുത്തൊരു ഹൈ ലെവൽ തിയറി. ആൾട്ടർ ഈഗോ കഴിഞ്ഞിട്ട് അടുത്തൊരു ഹൈ ലെവലിലോട്ട് പോയൊരു തിയറി. വാരിസ് എന്ന ടൈറ്റിൽ വരുന്നതിന് മുന്നേ, അതായത് ദളപതി 66 ആയിരുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് വിജയ് ഒത്തിരി കാലം കൂടെ ഒരു റൊമാൻറ്റിക് ഓറിയൻറ്റഡ് മൂവി ചെയ്യുകയാണെന്നാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പടത്തിൻ്റെ IMDb പേജ് പോയിട്ട് ആരോ എഡിറ്റ് ചെയ്തിട്ട് ഈ സിനിമയിൽ എറോട്ടോമാനി എന്ന മെൻ്റൽ കണ്ടീഷൻ കടന്നു വരുമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എറോട്ടോമാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുകയാണ് തന്നേക്കാൾ ഹയർ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് തന്നോട് പ്രേമമുണ്ടെന്ന്. സോ എല്ലാവരും കരുതി രശ്മികയുടെ ക്യാരക്ടറിന് തന്നേക്കാൾ ഹയർ സ്റ്റാറ്റസ് ഉള്ള വിജയുടെ ക്യാരക്ടർ അങ്ങോട്ട് പ്രേമിക്കുകയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കാര്യങ്ങളും അങ്ങനെ റോം കോമായിട്ട് ഇത് പോകുന്നതൊക്കെയായിരുന്നു ഈ ഇനിഷ്യൽ സംഭവം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ തിയറി ട്രാവൽ ചെയ്ത് ട്വീക്കായി പോയി. അതായത് ആദ്യം ഉദ്ദേശിച്ച ഒരു കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് രശ്മികയുടെ ക്യാരക്ടർ ശരിക്കും ഇല്ല, ഇതൊക്കെ വിജയുടെ തോന്നലാണെന്നൊക്കെ പറഞ്ഞിട്ടായി തിയറി. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആൾക്കാരിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് മാറി പോകുമല്ലോ. അങ്ങനെ കുറേ പേര് വിചാരിച്ചതിൽ ആക്ച്വലി രശ്മികയുടെ ക്യാരക്ടർ ഇല്ല, വിജയുടെ തോന്നലാണ്, അങ്ങനെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ലെവലുള്ള പടമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ തിയറി പോയി. പിന്നെ ആൾട്ടർ ഈഗോ ഓൾറെഡി കിട്ടിയത് കൊണ്ട് എല്ലാവരും ഈ ഒരു തിയറി അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പടം പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പ്രൊമോഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡും പടത്തിലുണ്ടെന്നായി. അങ്ങനെ ഈ ഒരു തിയറി പടം ഇറങ്ങുന്നതിന് ഒരുപാട് കാലം മുന്നേ തന്നെ ഡിമിനിഷ് ആയിപ്പോയി. അതിന് കാരണം പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള വിജയുടെ പോസ്റ്റേഴ്സൊക്കെ ആയിരുന്നു. ഇത് ജസ്റ്റ് റൊമാൻറ്റിക് പടമല്ല, സ്ഥിരം നമ്മൾ കാണുന്ന വിജയ് എലമെൻസ് ഉള്ളൊരു പടമാണെന്നായതോടെ ഈ എറോട്ടോമാനി എല്ലാവരും മറന്നു. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും തമാശ പോലെ അതിനെപ്പറ്റി പറഞ്ഞു. ലിയോയുടെ തിയറി എന്താണെന്ന് ഞാനായിട്ട് ഇനി പറയണ്ടല്ലോ. LCU തന്നെ. ലിയോ ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ അഡാപ്റ്റേഷൻ ആണെന്ന് നേരത്തെ തന്നെ ലീക്ക് ആയതുകൊണ്ട് തന്നെ കഥ ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ലിയോദാസ് എന്ന ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കിൽ എന്ത് വരുമെന്ന ക്യൂരിയോസിറ്റിയും അതേപോലെ എങ്ങനെ LCUമായിട്ട് കണക്ട് ചെയ്യും എന്നുള്ളതായിരുന്നു ലിയോയുടെ മേജർ ഹൈപ്സിൽ ഒരു കാരണം. അപ്പോൾ അതിൽ തന്നെ LCU ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ റൂമർ വന്നെങ്കിൽ പോലും 2 പേരാണ് ടീമിൻ്റെ കൂടെ കാണപ്പെട്ടത്, ഏജന്റ് ടീനയും നെപ്പോളിയനും. അതിൽ നെപ്പോളിയൻ പടത്തിൽ ആക്ച്വലി വരികയും ചെയ്തു. എന്നാൽ ഏജന്റ് ടീന കോറിയോഗ്രാഫറും ഡയറക്ഷൻ ടീമിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏജന്റ് ടീനെ നമുക്ക് കിട്ടിയില്ല. ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നുണ്ട് ഏജന്റ് ടീനയുടെ ഏതെങ്കിലും സീൻ ആക്ച്വലി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. കാരണം കശ്മീരിലോട്ട് വരുന്ന പോർഷനിൽ ആക്ച്വലി ഡാൻസ് കോറിയോഗ്രാഫിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഡയറക്ഷൻ ടീമിൻ്റെ പാർട്ടായിരുന്നു ഏജന്റ് ടീന. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു സീനൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ അമറിൻ്റെ ഒരു തിയറിയായിരുന്നു മെയിനായിട്ട് എല്ലാവരും പറഞ്ഞത്. അമറിൻ്റെ കശ്മീർ മിഷൻ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളത്. നമ്മുടെ ചാനലിലും അതിൻ്റെ ഒരു വീഡിയോ ഇട്ടു. പിന്നെ വന്നൊരു മെയിൻ തിയറി ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൽ നരബലി ഉണ്ടാവുമെന്നായിരുന്നു. അന്നത് കേട്ടപ്പോൾ ഒരു തമാശയൊക്കെ പോലെ തോന്നി. നമ്മുടെ ആൾട്ടർ ഈഗോ അല്ലെങ്കിൽ എറോട്ടോമാനിയുടെ ഒരു വൈബ് അടിച്ചു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തില്ല. പക്ഷേ പടം വന്നപ്പം നരബലി വരികയും ചെയ്തു, അമറും റോളക്സും ഒന്നും വരികയും ചെയ്തില്ല. നരബലിയുടെ വീഡിയോ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു, പ്രഡിക്ഷൻ കിങ് ആവായിരുന്നു. ഇനി അങ്ങോട്ട് ഗോട്ട് സിനിമയുടെ സ്പോയിലേഴ്സാണ്. സോ സിനിമ കണ്ടവർ സ്പോയിലർ പ്രശ്നമില്ലാത്തവർ മാത്രം തുടർന്ന് കാണുക. ഗോട്ട് സിനിമയുടെ മെയിൻ തിയറീസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഈ സിനിമ ആക്ച്വലി ആദ്യം, അതായത് ടൈറ്റിലൊക്കെ വരുന്നതിന് മുന്നേ DB കൂപ്പർ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലോട്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് 1971 നടന്നൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് DB കൂപ്പർ. സോ ബേസിക്കലി ഒരു DB കൂപ്പർ എന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരു ഫ്ലൈറ്റിൽ കയറി ഹൈജാക്ക് ചെയ്യുകയും അതിനുശേഷം പുള്ളി അവിടുന്ന് പൈസ റാൻസമായിട്ട് മേടിച്ച് കടന്നു കളയുകയും ചെയ്തു. ആ പൈസയിൽ ഒരുപാട് നമ്പേഴ്സ് അടക്കം കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ നോട്ട്സ് ഒന്നും തന്നെ ആരും കണ്ടുപിടിച്ചുമില്ല. DB കൂപ്പറിനെ പിന്നെ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്റ്ററീസിൽ ഒന്നായിട്ട് നിലനിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ബാലരമയിലെ ചുള്ളരേത്തെ രഹസ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം വായിക്കുന്നത്. പിന്നീട് ലോക്കി സീരീസിൽ ലോക്കിയാണ് DB കൂപ്പർ എന്ന രീതിയിലൊരു ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ DB കൂപ്പർ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ തിയറി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ടൈറ്റിലും ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നതോടുകൂടി DB കൂപ്പർ തിയറികൾക്ക് വിരാമമായി. പകരം ക്ലോണിംഗ് തിയറികൾ അതിനെ റീപ്ലേസ് ചെയ്തു. സോ ഈ ഒരു ഗോട്ടിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ ആ ഒരു യങ്ങർ വിജയ്, DH വിജയെ കാണുമ്പം അതൊരു കോൺസെപ്റ്റ് ആയിട്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും ഫൈനൽ ഔട്ട് എന്നാണ്. സോ അതിലോട്ട് നോക്കിക്കഴിയുമ്പം കുറച്ചൊരു ഫേക്ക് ഫേസ് ആണ്. ഓക്കെ, അതൊരു കോൺസെപ്റ്റ് ആയിട്ടായിരുന്നല്ലോ, അപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ എൽഡർ വിജയുടെ ക്ലോൺ ആയിരിക്കാമെന്നാണ് ആദ്യത്തെ ഒരു തിയറി. എൽഡർ വിജയ് തൻ്റെ ഒരു യങ്ങർ ക്ലോണെ ഉണ്ടാക്കുന്ന ഒരു തിയറി ആയിരുന്നു അത്. എന്നാൽ ഇത് ടൈം ട്രാവൽ ആയിരിക്കാം, യങ്ങർ വേർഷനെ കൊണ്ടുവരുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് വേറൊരു തിയറിയും വന്നു. പിന്നെ ട്രെയിലർ ഒഫീഷ്യൽ വന്നപ്പോഴത്തേക്കും ഇതിൽ മൂന്നാമതൊരു വിജയ്, അതായത് ടീനേജ് വിജയും കൂടെ കാണിച്ചതോടെ ഇത് ക്ലോണിങ് തന്നെ ആയിരിക്കാം എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അല്ലെങ്കിൽ ഇതിൽ 3 വിജയ് ഉണ്ടാകാം, വിജയുടെ 2 മക്കളാകാം, ഇതെന്നൊക്കെ വേറെ തിയറീസും വന്നു. പിന്നെ ജെമിനി മാൻ എന്ന സിനിമയുമായിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ടായിരുന്നു. ജെമിനി മാനിൽ ഈ പറഞ്ഞ പോലെ 2 ക്ലോൺസ്, ഒരു യങ്ങർ ക്ലോണും അതിലും യങ്ങർ ആയിട്ടുള്ളൊരു ക്ലോണും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിലർ കഴിഞ്ഞുകൊണ്ട് ജെമിനി മാൻ്റെ പക്ക കോപ്പിയാകാം ഈ പടം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജെമിനി മാനുമായിട്ടുള്ള സിമിലാരിറ്റീസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും ഗോട്ട് സിനിമ തീരുന്നത് വരെ ഈ പറഞ്ഞ ക്ലോണിങ്ങോ ടൈം ട്രാവലോ സൈഫയോ ഒന്നും വന്നില്ലെങ്കിലും ഒരു മിഡ് ക്രെഡിറ്റ് സീനിലായിട്ട്
ക്ലോണിങ് എലമെൻറ്റ് കയറി വന്നു. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലിയിലെ ടൈം ട്രാവൽ മുതൽ ഗോട്ടിലെ ക്ലോണിംഗ് വരെ എത്തി നിൽക്കുന്ന വിജയ് സിനിമകൾക്ക് ഇനി അങ്ങോട്ട് ഒരു സിനിമയുടെ ആയുസേ ഉള്ളൂ. ദളപതി 69 ശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഇനി വിജയ് ഒരു സിനിമ പോലും ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്കിപ്പോൾ അറിയത്തില്ല. ഗോട്ട് വേഴ്സസ് OGയും ലിയോ 2ഉം LCUവിലെ ബാക്കി പ്രൊജക്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിജയ് തിരിച്ചു വരുമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇനി അടുത്ത കാലത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരേ ഒരു വിജയ് സിനിമ ദളപതി 69 ആണ്. ഇനി അതിൻ്റെ എന്തെങ്കിലും ഫാൻ തിയറി ഉണ്ടെന്ന് വെച്ചാൽ കുറേ പേര് അതിൽ പോലീസ് ക്യാരക്ടർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നായിക ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ റൂമേഴ്സ് വരുന്നുണ്ട്. അതല്ലാതെ അതിൻ്റെ ഒരു ഫാൻ തിയറി ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എറോട്ടോമാനി, ആൾട്ടർ ഈഗോ ആ ലെവലൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ പണ്ട് തൊട്ടേ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പുലി സമയം തൊട്ടേ ഉള്ള തിയറീസ് ലൈവായിട്ട് കണ്ടുപോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിലോട്ടും ആ ഒരു മെമ്മറീസിലോട്ടും ഒക്കെ പോകാൻ പറ്റി. സോ അതിലൊരു സന്തോഷം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് മൂവി സീരീസിലായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ള വീഡിയോ കണ്ടുപിടുന്നതായിരിക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.